മുമ്പേ ചെയ്തു കൊള്ളണം. മരണം വരുന്നതിന്റെ മുമ്പേ ചെയ്തു കൊള്ളണം, മുമ്പേ പശ്ചാത്തപിച്ചു കൊള്ളണം. അപ്പൊ എപ്പോഴാണ് നീ മരണം എന്നിട്ട് അറിയുകയുമില്ല. അപ്പൊ എന്താ നിവൃത്തിയുള്ളത്? ഏത് ഘട്ടത്തിലും ഒരുങ്ങിക്കൊള്ളണം, ഏത് സന്ദർഭത്തിലും ഒരുങ്ങിക്കൊള്ളണം. കണ്ടില്ലേ, ഇന്നത്തെ പത്രത്തിലും നമ്മൾ വായിച്ചില്ലേ, ഒമാനിലെ ഒരു സഹോദരനതാ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പുറപ്പെട്ടതാണ്. നാട്ടിലെത്തി ഇന്ന് എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചില്ലേ, എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, മരണം അതേത് സമയത്താണെന്ന് അറിയാത്തത് കൊണ്ട് അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാനാണ്. അതിന് വേണ്ട ഒരുക്കം എന്താണ്? തൗബയാണ്. ആ തൗബ ഇഖ്ലാസോടുകൂടി സത്യസന്ധമായി കൊണ്ട് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ഇത് നിങ്ങൾ നോക്കൂ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നേരത്തുണ്ടാകുന്ന ഒരു സന്തോഷം, വേദന അവൻ നന്നായി അനുഭവിക്കുമെങ്കിലും ഒരു വിശ്വാസി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ മലക്കുകളുടെ സന്തോഷ പ്രകടനങ്ങൾ കാണുമ്പോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ നല്ല രൂപത്തിലും ഭാവത്തിലും നല്ല വർത്തമാനങ്ങളുമായിട്ടല്ലേ വരുന്നത്. ആ സമയത്ത് സത്യവിശ്വാസിയുടെ മനസ്സിലെ കൊതി എന്താണ്? പെട്ടെന്ന് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകണം, എന്റെ റബ്ബ് എനിക്കൊരുക്കിയിട്ടുള്ള സൗഭാഗ്യത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്തിച്ചേരണം, അല്ലാഹുവിനെ എത്രയും വേഗം കണ്ടുമുട്ടണം എന്ന് മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇബാദത്തുബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹു. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹു അവനെയും കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു. വമൻ കരിഹ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ കരിഹ അല്ലാഹു ലിഖാഅഹു, അവനെ കാണുന്നത് അല്ലാഹുക്കും വെറുപ്പ് തന്നെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. മഹദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുമ്പോഴും അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ പിന്നേക്ക് നീട്ടിവെക്കുകയില്ല. പണ്ഡിതയാണ്, മഹദിയാണല്ലോ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഉടനെ നബിതങ്ങൾ ഇതെന്ന് പറഞ്ഞപ്പോ ഒരു സംശയം അവരുടെ ഹൃദയത്തിൽ മുളപൊട്ടുകയാണ്. നമുക്കൊക്കെ തോന്നുന്ന ഒരു സംശയം തന്നെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, ഇന്നാ ലനക്റഹുൽ മൗത്ത്, മരിക്കാന്നുള്ളത് നമുക്കൊക്കെ പേടി തന്നെയല്ലേ നബിയേ? മരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഒരൽപ്പം വിഷമുള്ള സംഗതി തന്നെയല്ലേ? അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ അള്ളാഹ് അവനെ കാണുന്നതും വെറുപ്പാണെന്ന് ഇപ്പൊ നബിയെ നിങ്ങൾ പറഞ്ഞില്ലേ? മരണം എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും ഇത്തിരി വെറുപ്പ് തന്നെയല്ലേ? ആർക്കാണ് മരിക്കുക എന്ന് കേൾക്കുമ്പോ വലിയ സന്തോഷം തോന്നാറുള്ളത്? അതും മാനുഷികമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആ കൂട്ടത്തിൽ പെട്ടുപോകില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലൈസ കദാലിക്, അതല്ല ആയിഷ ഇവിടെ ഉദ്ദേശിച്ചത്, അതല്ല, അത് സ്വാഭാവികമാണ്, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ എന്തേ ഇവിടെ ഉദ്ദേശിച്ചത്? വലാകിന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഇദാ ഹദറഹുൽ മൗതു, മരണം അവന് ഹാജരായി കഴിഞ്ഞാൽ, ബുശ്ശിറ ബിറിദ്വാനില്ലാഹ്, അല്ലാഹുവിന്റെ സംതൃപ്തി കൊണ്ട് അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമ്പോ, വകറാമതിഹി, അല്ലാഹുവിന്റെ അടുക്കലും ഈ മനുഷ്യന് കിട്ടാൻ പോകുന്ന വലിയ ആദരവുകളെ കുറിച്ചൊക്കെ മുഅ്മിനിനോട് മലക്കുകൾ അങ്ങ് പറയുമ്പോ, ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മാ മാമഹു, ആ ഘട്ടത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ മുമ്പിലുള്ളതൊന്നും പിന്നെ അവന് വേണ്ട.
ഉടനെ അള്ളാന്റെ അടുക്കലേക്ക് എത്തിയാൽ മതി. മരണനേരത്ത് മുഅ്മിനായ മനുഷ്യന് കിട്ടാൻ പോകുന്ന സ്വർഗീയമായ ആനന്ദങ്ങൾ, ആ സ്വർഗീയമായ സന്തോഷ വാർത്തകൾ, സ്വർഗീയമായ രൂപത്തിലുള്ള പരിമളങ്ങൾ, അതൊക്കെ അങ്ങ് അനുഭവിക്കുമ്പോ പിന്നെ മുഅ്മിനിന് ഒന്നേ ചിന്തയുള്ളൂ, പെട്ടെന്ന് എന്റെ റബ്ബിനെ കാണണം. ആ ഘട്ടത്തെ പറ്റിയാണല്ലോ പറയുന്നത്, റസൂല് പറയുന്നത് ഫഅഹബ്ബ ലിഖാ അല്ലാഹി, അപ്പോൾ അവൻ അല്ലാഹനെ കാണണം എന്ന് ഇഷ്ടപ്പെടുന്നു. വഅഹബ്ബല്ലാഹു ലിഖാഅഹു, അല്ലാഹ് അവനെയും കാണണമെന്ന് ഇഷ്ടപ്പെടുന്നു. അതാണ് ഉദ്ദേശിച്ചത്. അതേ അവസരത്തിൽ അതാ ഇന്നൽ കാഫിറ, കാഫിറായ മനുഷ്യനാണെങ്കിൽ ഇദാ ഹുദിറ, അവന് മരണം ഹാജരാക്കപ്പെടുന്ന നേരത്ത് ബുശ്ശിറ, അവന് സുവിശേഷം അറിയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബിഅദാബില്ലാഹി വഉഖൂബതിഹി, അള്ളാന്റെ ശിക്ഷയാണോ നിനക്കുള്ളത്, അള്ളാന്റെ കോപമാണ് നിനക്കുള്ളത്. ആ നിലക്കുള്ള നരകീയമായ ഭീകരമായ അനുഭവങ്ങൾ കെട്ടും മനസ്സിലാക്കൊണ്ടിരിക്കുന്ന ആ നേരത്ത് ഫലൈസ ശൈഉൻ അക്റഹ ഇലൈഹി മിമ്മാ അമാമഹു, അവന് പിന്നെ മരണം എന്നൊരു ഏറ്റവും വെറുപ്പാണ്. ഇനി ഞാൻ എങ്ങനെ അള്ളാന്റെ അടുക്കലേക്ക് പോകും? എന്റെ തൊട്ടടുത്ത നിമിഷം, എന്റെ തൊട്ടടുത്ത ജീവിതം വളരെ പ്രയാസത്തിലേക്കാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ട് അവൻ അള്ളാനെ കാണണം എന്ന് വെറുക്കുന്നു. അള്ളാനെ കാണണ്ട, അള്ളാന്റെ അടുത്തേക്ക് എനിക്ക് പോകണ്ട എന്നവൻ വല്ലാത്ത വിഷമം തോന്നുകയാണ്. അള്ളാഹ് അവനെ കാണണ്ട, അള്ളാഹ് അവനെ കാണുന്നതും വെറുക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുഅ്മിനായ മനുഷ്യന് മരണത്തോടുകൂടി, മരണത്തിന്റെ സമയത്ത് അവൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കെന്റെ റബ്ബ് തരാമെന്നേറ്റിരിക്കുന്ന ആ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരണം. കാഫിറാണെങ്കിലോ അങ്ങോട്ട് എത്തണ്ട, എന്നെ കൊണ്ടുപോകണ്ട, എനിക്കിനിയും ഇവിടെ തന്നാകണം, ഇവിടെ ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന മോഹമാണ് അവനുള്ളത്. അത് ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് വരെ ഞാനും നിങ്ങളുമൊന്നും കേൾക്കുന്നില്ലെങ്കിലും, മനുഷ്യവർഗം കേൾക്കുന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, ഇദാ ഉദിയത്തിൽ ജനാസതു ഫഹ്തമലഹ الرجال على അനാഖിഹിം, ജനാസയദാ സംസ്കരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന നേരത്ത് കഫം പൊതിഞ്ഞിട്ട് അതാ കട്ടിലേറ്റിയിട്ട് ആളുകൾ അതാ അവരുടെ ചുമലിൽ വെച്ചിട്ട് ആ മയ്യത്ത് കട്ടിൽ അവസാനത്തെ യാത്രയില്ലേ, ആ യാത്ര ഇങ്ങനെ ഖബർസ്ഥാനിലേക്ക് ആളുകൾ അവനെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ആ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ നേരത്ത് സ്വാലിഹത്തായ മനുഷ്യനാണെങ്കിൽ, സ്വാലിഹത്തായ ആത്മാവാണെങ്കിൽ കാലത്ത് അത് വിളിച്ചു പറയുന്നുണ്ട്, ഖദ്ദിമൂനി, എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകൂ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ, വേഗത്തിൽ എന്നെ കൊണ്ടുപോകൂ എന്ന് നല്ലവനായ മുഅ്മിന് വിളിച്ചു പറയുമ്പോ, വഇൻകാനത് ഗൈറ സാലിഹ, അതാ ചീത്തയായ ആത്മാവാണെങ്കിൽ, ചീത്തയായ മനുഷ്യന്റെ ജനാസയാണ് പോകുന്നതെങ്കിൽ അവനവന്റെ കുടുംബത്തോട് കെഞ്ചുകയാണ്, യാ വൈലഹാ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, ഐന യദ്ഹബൂന ബിഹാ, എവിടേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു? അവൻ അലറിയട്ടഹസിക്കുകയാണ്, അവൻ നിലവിളിക്കുകയാണ്, അവൻ വിലപിക്കുകയാണ്. പക്ഷേ എത്ര ജനാസകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു, എത്ര ജനാസകൾ നമുക്കരികിലൂടെ കടന്നുപോയി. ഇന്ന് വരെ ഒരൊറ്റ ജനാസയും അങ്ങനെ പറയുന്നത് ഞാനോ നിങ്ങളോ കേട്ടിട്ടില്ലല്ലോ എന്ന സംശയം സ്വാഭാവികമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയും പറയുന്നു. എന്തേ നമ്മൾ കേൾക്കാത്തത്? എന്തേ നമ്മളാരും ഇന്ന് വരെ അത് അനുഭവിക്കാത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യസ്മഉ സൗതഹാ, ആ വിളിച്ചു പറയുന്ന ശബ്ദം, ആ അട്ടഹാസം കേൾക്കും കേട്ടോ, കുല്ല ശൈഇൻ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും അത് കേൾക്കുന്നതാണ്. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ, മനുഷ്യനൊഴികെ ആ അട്ടഹാസം കേൾക്കുന്നുണ്ട്, ആ ശബ്ദം കേൾക്കുന്നുണ്ട്. വലൗ സമിഅൽ ഇൻസാനു, എന്തേ മനുഷ്യനിത് കേൾക്കാൻ സമ്മതിക്കാത്തത്? എന്തേ മനുഷ്യനെ ഇത് റബ്ബ് കേൾപ്പിക്കാത്തത്?
അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. ചിലതൊക്കെ മനുഷ്യൻ കേട്ട് കഴിഞ്ഞാൽ, ചിലതൊക്കെ മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ ജീവിക്കാനൊക്കില്ല. അത്രയും ഭീകരമായ പല ദൃശ്യങ്ങളുമുണ്ട്, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഭീകരമായ പല ശബ്ദങ്ങളുണ്ട്, ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല. അത് അള്ളാഹ് ചെയ്യുന്നവരെ ഫളാണ്. കാരണം ഈ ശബ്ദമെങ്ങാനും മനുഷ്യൻ കേട്ടിരുന്നുവെങ്കിൽ അവൻ അപ്പോൾ തന്നെ അതാ നിലംപതിച്ചു പോകുമായിരുന്നു, ബോധരഹിതനായി വീഴുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ, അടിയുറച്ച് വിശ്വസിക്കേണ്ടവരാണ്. ജനാസ ആളുകൾ ചുമന്ന് ജനാസ കൊണ്ടുപോകുമ്പോ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ അവസരത്തിൽ കാഫിറായ മനുഷ്യനാണെങ്കിൽ, ധിക്കാരിയായ മനുഷ്യനാണെങ്കിൽ തെമ്മാടി പറയുകയാണ്, എങ്ങോട്ട് കൊണ്ടുപോകുന്നു?